അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുക എന്ന ദൗത്യം ദുഷ്കരമെന്ന് ഡോക്ടർ അരുൺ സക്രിയ. രക്ഷാദൗത്യം രാവിലെ മുതൽ ആരംഭിച്ചു. ആനയുടെ പരിക്ക് സാരമുള്ളതെന്ന് ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചു. ആനയെ നിരീക്ഷിച്ച ശേഷമാണ് മയക്കുവെടി വയ്ക്കുക എന്നും പറഞ്ഞു. ആനയെ പിടികൂടാൻ കുങ്കിയാന വേണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലാണ്. മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനത്തിൽ ദൗത്യസംഘം മുന്നോട്ടു പോയി. തുടർന്ന് ആന തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ വെടിവെക്കുമെന്ന് ദൗത്യസംഘം അറിയിച്ചു. ആനയ്ക്ക് തൊട്ടരികിൽ ദൗത്യസംഘം കാത്തുനിന്നു. തുടർന്ന് ആന തുരുത്തിൽ തന്നെ തുടരുന്നത് ദൗത്യത്തിന് പ്രതിസന്ധിയുണ്ടാക്കി. എന്നാൽ അതെല്ലാം മറികടന്ന് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ആദ്യ ശ്രമം നടത്താൻ ശ്രമിച്ചു. ശ്രമം പരാജയപ്പെട്ടതോടെ ആന പരിഭ്രാന്തിപ്പെട്ട് ഓടി ഉൾക്കാട്ടിലേക്ക് നീങ്ങി. ആനയുടെ പിന്നാലെ 2 സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് പിന്തുടരുന്നു. എന്നാൽ ആന ഉൾവനത്തിലേക്ക് വലിഞ്ഞു. 4 മണിവരെ ശ്രമം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ആന നിരീക്ഷണ വലയത്തിലല്ലെന്നും ഉൾക്കാട്ടിൽ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ലെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. സൈറ്റിംഗ് നമ്മുടെ വാച്ചേഴ്സിനെ നോക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേടിക്കരുത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്ക് ആന ചിലപ്പോൾ തിരിച്ച് ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. അതെ, പിന്നെ ഒരു 4 മണി വരെ കാണുള്ളൂ. കാരണം പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ വൈകുന്നേരത്തിലേക്ക് പോകാം. നല്ല നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ ഡാറ്റിങ് ബുദ്ധിമുട്ടാണ്. അതെ, അപ്പോൾ ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിൻ്റെ ഇടയിൽ. പക്ഷേ അപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് ഓടി. ഇല്ലില്ല, വയലൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ അത് കയറി പോയത് ഏകദേശം എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോകുന്നു. ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് നമ്മുടെ മറ്റേ 12 കമ്പാക്ഷൻ ഗണ്ണിൻ്റെ ഫയറിംഗ് ആണ് നിങ്ങൾ കേട്ടത്. അല്ലാതെ ഷൂട്ട് ചെയ്യും 4 മണി വരെ ഉണ്ടാവുള്ളൂ. എന്തായാലും 4-4:30 ആ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം അതനുസരിച്ചിട്ടാണ് ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത്. കുങ്കികളെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരേണ്ടതുള്ളെന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം. ജനങ്ങളൊരിക്കലൊന്നുമില്ല, നമ്മളെന്തിനും തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം എന്താ അഭിപ്രായപ്പെട്ടാലും നമ്മളത് ചെയ്യും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുക എന്ന ദൗത്യം ദുഷ്കരമെന്ന് ഡോക്ടർ അരുൺ സക്രിയ. രക്ഷാദൗത്യം രാവിലെ മുതൽ ആരംഭിച്ചു. ആനയുടെ പരിക്ക് സാരമുള്ളതെന്ന് ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചു. ആനയെ നിരീക്ഷിച്ച ശേഷമാണ് മയക്കുവെടി വയ്ക്കുക എന്നും പറഞ്ഞു. ആനയെ പിടികൂടാൻ കുങ്കിയാന വേണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലാണ്. മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനത്തിൽ ദൗത്യസംഘം മുന്നോട്ടു പോയി. തുടർന്ന് ആന തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ വെടിവെക്കുമെന്ന് ദൗത്യസംഘം അറിയിച്ചു. ആനയ്ക്ക് തൊട്ടരികിൽ ദൗത്യസംഘം കാത്തുനിന്നു. തുടർന്ന് ആന തുരുത്തിൽ തന്നെ തുടരുന്നത് ദൗത്യത്തിന് പ്രതിസന്ധിയുണ്ടാക്കി. എന്നാൽ അതെല്ലാം മറികടന്ന് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ആദ്യ ശ്രമം നടത്താൻ ശ്രമിച്ചു. ശ്രമം പരാജയപ്പെട്ടതോടെ ആന പരിഭ്രാന്തിപ്പെട്ട് ഓടി ഉൾക്കാട്ടിലേക്ക് നീങ്ങി. ആനയുടെ പിന്നാലെ 2 സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് പിന്തുടരുന്നു. എന്നാൽ ആന ഉൾവനത്തിലേക്ക് വലിഞ്ഞു. 4 മണിവരെ ശ്രമം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ആന നിരീക്ഷണ വലയത്തിലല്ലെന്നും ഉൾക്കാട്ടിൽ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ലെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. സൈറ്റിംഗ് നമ്മുടെ വാച്ചേഴ്സിനെ നോക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേടിക്കരുത്. ഫുഡൊക്കെ